ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ബീഫ് കറിയും കപ്പയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബീഫ് കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നന്നായി കഴുകിയെടുത്ത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 സ്പൂണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ബീഫ് മസാല, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമുള്ള കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 8 വിസിൽ വരെ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ബീഫ് കറിയൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി ചൂടായ ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സബോള നമ്മൾ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചാറോട് കൂടിയ ബീഫാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാറോട് കൂടി തന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സബോളയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഗ്രേവി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പം ഞാനൊരു കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കപ്പ കഴിക്കാം. അപ്പം ഞാൻ 1 കിലോ കപ്പ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ചെരുവത്തിലിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയ്ക്കൊന്ന് കടുക് പൊട്ടിക്കാം. അപ്പം ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമ്മൾ കടുക് ഇട്ടു. അതിലോട്ട് കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട ശേഷം നമുക്ക് കപ്പ നന്നായി ഉടച്ചു കൊടുത്തിട്ട് അതിലോട്ട് കടുകും ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.